സെഞ്ചുറി പിന്നിട്ടത് 36 പന്തിൽ, പിന്നാലെ 59 പന്തിൽ 150 റൺസ് അടിച്ച് ലോക റെക്കോർഡ്. മത്സരത്തിൽ ആകെ അടിച്ചുകൂട്ടിയത് 15 സിക്സറുകൾ. വൈഭവ് സൂര്യവംശി എന്ന 14-കാരൻ തൻ്റെ വിജയ് ഹസാരെ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ചെയ്ത ചെയ്താണിത്. ആകെ 84 പന്തിൽ അടിച്ചുകൂട്ടിയത് 190 റൺസ്. പക്ഷേ അധികമാർക്കും വലിയ ഞെട്ടലില്ല. കാരണം പണ്ട് ഹരിശ്രീ അശോകൻ പറഞ്ഞ പോലെ എപ്പോഴും ഞെട്ടാൻ ആർക്കും വട്ടൊന്നുമില്ലല്ലോ. ക്രിക്കറ്റിൽ 2025 ആരുടെ വർഷമാണ് എന്നതിന് ഒറ്റ ഉത്തരമേയുള്ളൂ: വൈഭവ് സൂര്യവംശി. വിജയ് ഹസാരെ ട്രോഫി മത്സരങ്ങൾക്ക് തുടക്കമാകുമ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എല്ലാമായിരുന്നു സ്പോട്ട്ലൈറ്റിലുണ്ടായിരുന്നത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വൈഭവ് ഈ ദിനം തൻ്റേതാക്കി മാറ്റി. ലോക ക്രിക്കറ്റിൽ നാളിന്നുവരെ ഒരാളും തൊടാത്ത ഉയരത്തിലാണ് ഈ 14-കാരൻ ഇതിനോടകം ഇരിക്കുന്നത്. അതിശയപ്പിറവിയെന്ന് നിസ്സംശയം വിളിക്കാം. റാഞ്ചിൽ നടന്ന ബീഹാർ അരുണാചൽ പ്രദേശ് മത്സരം ഏകദിന ക്രിക്കറ്റിൻ്റെ സകല സമവാക്യങ്ങളെയും പൊളിച്ചാണ് സമാപിക്കുന്നത്. ഈ ബീഹാറുകാരൻ ഇടിച്ചുകുത്തി പേമാരിയായി പെയ്ത മത്സരത്തിൽ ക്രിക്കറ്റിലെ സകല റെക്കോർഡുകളും നിലംപൊത്തി. വെറും 36 പന്തുകളിൽ വൈഭവ് സെഞ്ചുറി കുറിച്ചപ്പോൾ അത് ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയായിരുന്നു. 2024 പഞ്ചാബിനായി അൻമോൽപ്രീത് സിംഗ് അടിച്ച 35 പന്തിലെ സെഞ്ചുറിയായിരുന്നു വേഗത്തിൽ ഒന്നാമത്. അന്നും അരുണാചൽ പ്രദേശ് തന്നെയായിരുന്നു എതിരാളികൾ. എന്നാൽ സെഞ്ചുറി പിന്നിട്ടിട്ടും അടിതുറന്ന വൈഭവ് 59 പന്തിൽ 150 റൺസും പിന്നിട്ടു. വിൻഡീസിനെതിരെ 64 പന്തിൽ 150 എന്ന സാക്ഷാൽ AB ഡിവില്ലിയേഴ്സിൻ്റെ റെക്കോർഡും അവിടെ വീണു. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേട്ടത്തിനുടമയും ഇനി വൈഭവാണ്. ഈ റെക്കോർഡ് പ്രകടനമെല്ലാം നടത്തുമ്പോൾ ജനനരേഖ പ്രകാരമുള്ള പ്രായം 14 വയസ്സും 272 ദിവസവും മാത്രം. അർഹിച്ചൊരു ഡബിൾ സെഞ്ചുറി നഷ്ടമായി എന്ന നിരാശ മാത്രം ബാക്കി. വൈഭവ് പുറത്തായ ശേഷം വന്ന ബീഹാർ ക്യാപ്റ്റൻ ഷാക്കിബുൽ ഗനി അതിനു മുകളിൽ അടിച്ചുകൂട്ടുന്നതും കണ്ടു. വെറും 32 പന്തിൽ സെഞ്ചുറി പിന്നിട്ട ഷാക്കിബ് ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ലോക റെക്കോർഡും സ്വന്തമാക്കി. അപ്പുറത്തുള്ള ആയുഷ് ആനന്ദ് 56 പന്തിൽ 116 റൺസും എടുത്തു. അങ്ങനെ ആകെ ബീഹാർ കുറിച്ചത് 50 ഓവറിൽ 574 എന്ന പടുകൂറ്റൻ സ്കോർ. അരുണാചൽ ബോളർമാരുടെ പെർഫോമൻസ് ചാർട്ടിനെ അതിദയനീയമെന്ന് തന്നെ വിളിക്കാം. അരുണാചൽ പ്രദേശ് എന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തിൻ്റെ ബോളിംഗ് ക്വാളിറ്റിയെയും ടീം നിലവാരത്തെയും ചോദ്യം ചെയ്താൽ പോലും വൈഭവിൻ്റെ പെർഫോമൻസിൻ്റെ മാറ്റു കുറയുന്നില്ല. IPL പോലൊരു വേദിയിൽ ആദ്യ പന്ത് സിക്സർ അടിച്ചു തുടങ്ങിയ 14-കാരൻ വലിയ കുറ്റപ്പെടുത്തലുകൾക്കും സോഷ്യൽ മീഡിയ അബ്യൂസിങ്ങിനും ശേഷമാണ് വിജയ് ഹസാരെ ട്രോഫിക്കിറങ്ങുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് സമാപിച്ച അണ്ടർ-19 ഏഷ്യാ കപ്പിലും വൈഭവിൻ്റെ പ്രകടനം മോശമായിരുന്നില്ല. 5 മത്സരങ്ങളിൽ നിന്നും 261 റൺസാണ് സമ്പാദ്യം. അടിച്ച റൺസിലേറെ അതെങ്ങനെ അടിക്കുന്നു എന്നതുകൂടിയാണ് വൈഭവിനെ വേറിട്ട് നിർത്തുന്നത്. 182 എന്ന അമ്പരപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് വൈഭവ് ഏഷ്യാ കപ്പിൽ താണ്ഡവമാടിയത്. UAEക്കെതിരെ 95 പന്തിൽ 121 റൺസ് എടുത്ത വൈഭവ് ആ മത്സരത്തിൽ മാത്രം 14 സിക്സർ അടിച്ച് റെക്കോർഡും ഇട്ടു. പക്ഷേ ഫൈനലിൽ 10 പന്തിൽ 26 റൺസുമായി പുറത്തായതോടെ വിമർശനങ്ങളും ഉയർന്നു. ടീം ഒന്നാകെ പാകിസ്ഥാന് മുന്നിൽ നാണംകെട്ട മത്സരത്തിൽ വൈഭവിനെ ടാർഗറ്റ് ചെയ്യാൻ മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു. പാക് ബൗളർ അലി റാസ് വൈഭവിനെ പുറത്താക്കിയ ശേഷം നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് തൻ്റെ ഷൂസിലേക്ക് വിരൽ ചൂണ്ടിയാണ് വൈഭവ് പ്രതികരിച്ചത്. ഇത് പാകിസ്ഥാൻ ആരാധകരെ ചൊടിപ്പിച്ചു. വൈഭവ് ടീം ബസ്സിലേക്ക് മടങ്ങുമ്പോൾ കൂവിയാർത്താണ് പാക് ആരാധകർ മറുപടി നൽകിയത്. പാകിസ്ഥാനെതിരായ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ആരാധകരും ഇമോഷണലായാണ് വൈഭവിനെക്കുറിച്ച് പ്രതികരിച്ചത്. ക്രിക്കറ്റിൽ ഇത്രയും പ്രായത്തിനിടയിൽ മറ്റാർക്കും എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിലാണ് വൈഭവ്. എല്ലാ ഫോർമാറ്റിലും ഈ വർഷം നാം അത് കണ്ടു. IPL, യൂത്ത് ഏകദിനം, യൂത്ത് ടെസ്റ്റ്, ഇന്ത്യ A ടീം, മുഷ്താഖ് അലി ട്രോഫി, അണ്ടർ-19 ഏഷ്യാ കപ്പ്, ഇപ്പോൾ വിജയ് ഹസാരെയും. യൂത്ത് ലെവലിലും സീനിയർ ലെവലിലും ഒരുപോലെ വൈഭവ് മിന്നിത്തിളങ്ങി. ടെസ്റ്റ്, ഏകദിനം, T20 എന്നീ 3 ഫോർമാറ്റിലും തൻ്റെ പ്രതിഭ തെളിയിക്കാനുമായി. IPL ഗുജറാത്തിനെതിരെ സെഞ്ചുറി നേടാൻ വേണ്ടി വന്നത് 38 പന്തുകൾ മാത്രം. സിറാജ്, ഇഷാന്ത് ശർമ്മ, പ്രസിദ്ധ് കൃഷ്ണ, റാഷിദ് ഖാൻ, വാഷിംഗ്ടൺ സുന്ദർ അടക്കമുള്ള ലോകോത്തര ബോളർമാരെയാണെന്ന് അടിച്ചു പരത്തിയത്. എന്നാണ് വൈഭവിനെ ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കുക? ആരാധകർ ആ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ടും കാലം കുറച്ചായി. പക്ഷേ ICC നിയമപ്രകാരം അന്താരാഷ്ട്ര തലത്തിൽ അരങ്ങേറാൻ 15 വയസ്സ് തികയണം. ആ കടമ്പ വൈഭവ് മാർച്ചിൽ പിന്നിടും. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചും പ്രഷർ കൊടുത്തും കരിയറിനെ ചോദ്യചിഹ്നമാക്കണോ എന്ന ചോദ്യവുമുണ്ട്. പരമാവധി സമയം കൊടുത്ത് സേഫാക്കി ഇന്ത്യൻ ടീമിലേക്ക് എൻട്രി നൽകാനാകും സെലക്ടർമാരുടെ ശ്രമം. ഇന്ത്യയിൽ മാത്രമല്ല, ലോക ക്രിക്കറ്റിൽ തന്നെ വൈഭവ് ഇന്നൊരു സെൻസേഷനാണ്. 2025 ഇന്ത്യയിൽ ഏറ്റവും അധികം ഗൂഗിളിൽ സെർച്ച് ചെയ്യപ്പെട്ട മനുഷ്യൻ ഈ 14-കാരനാണ്. ആഗോളതലത്തിൽ 8ാമനായും ഈ പേരുണ്ട്. ഈ 8ാം ക്ലാസ്സുകാരൻ IPL അരങ്ങേറുന്നത് കാണാൻ രാത്രി നേരത്തെ എണീറ്റുവെന്നാണ് ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ അന്ന് ട്വീറ്റ് ചെയ്തത്. ഒന്ന് മനസ്സുവെച്ചാൽ ക്രിക്കറ്റിലെ നാളിന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളും വിശ്വാസങ്ങളും തിരുത്താനുള്ള യോഗ്യതവും കാലവും വൈഭവിന് മുന്നിൽ ബാക്കിയുണ്ട്. പ്രലോഭനങ്ങളിലും സമ്മർദ്ദങ്ങളിലും അകപ്പെടാതെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ ബീഹാറുകാരന് മുന്നിലുള്ളത്.